ഹലോ, ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ 7-ാം ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അതിഗംഭീരമായിട്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. 51% ഒക്യുപ്പൻസിയിൽ സിനിമ നിറഞ്ഞാടുന്നു. 676ഓളം ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 89,000-ന് മുകളിൽ ആളുകളാണ് സിനിമ കണ്ടിരിക്കുന്നത്. ഇന്ന് 20ഓളം ഹൗസ്ഫുൾ ഷോകളും 110-ന് മുകളിലുള്ള ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ ഷോകളുമുണ്ട് എന്നുള്ളതാണ്. ഇന്ന് ബുധനാഴ്ചയാണ്. ഇന്നലെ 2 കോടി 2 ലക്ഷമായിരുന്നു ട്രാക്കിംഗ് കളക്ഷനിലൂടെ വന്നത്. ഇന്നലെ കൊണ്ട് തന്നെ സിനിമ 17 കോടിയോളം കേരള കളക്ഷൻ വരികയും 40 കോടിക്ക് മുകളിൽ വേൾഡ് വൈഡ് കളക്ഷൻ വരികയും ചെയ്ത സിനിമ ഇന്ന് ഇതേ സമയത്ത് 134 കോടിയാണ്. അതായത് ഫൈനൽ കളക്ഷനായിട്ട് പ്രതീക്ഷിക്കുന്നത് 1,69 ലക്ഷം രൂപ, അതായത് 2.25 കോടിയോളമായിരിക്കും ഇന്നത്തെയും കളക്ഷൻ എന്നുള്ളതാണ്. അതായത് ഇന്ന് കൊണ്ട് സിനിമ 25 കോടി അല്ലെങ്കിൽ 24 കോടി ആ റേഞ്ചിലേക്കൊക്കെ എത്തും കേരള കളക്ഷൻ. വേൾഡ് വൈഡായിട്ട് സിനിമ ഒരുപക്ഷെ ഇന്ന് 47-48 കോടിയിലേക്ക് എത്തും. നാളെ കൊണ്ട് തീർച്ചയായും സിനിമ 50 കോടി ക്ലബിലേക്ക് കയറുമെന്നുള്ളതാണ്. വിനീത് ശ്രീനിവാസൻ്റെ ഈ ഒരു സംരംഭം എന്ന് വേണമെങ്കിൽ പറയാം. വിനീത് ശ്രീനിവാസൻ യൂണിവേഴ്സ്, പ്രണവ് മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസ്, കല്യാണി പ്രിയദർശൻ തുടങ്ങിയ ഗംഭീര നടന്മാർ അഭിനയിക്കുന്ന ഈ ഒരു സിനിമ ഇന്ന് ശ്രദ്ധ നേടുന്നത് നിവിൻ പോളി എന്ന നമ്മളുടെ ഏറ്റവും പ്രിയങ്കരനായ നായകനിലൂടെയാണ്. ആദ്യമൊക്കെ പ്രണവ് മോഹൻലാലിൻ്റെ പേരിലൂടെയാണ് ഈ സിനിമ അറിയപ്പെട്ടതെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ഒരു സിനിമയെക്കുറിച്ച് ചർച്ചാ വിഷയമാക്കുന്നത് നിവിൻ പോളിയുടെ തിരിച്ചു വരവിനെക്കുറിച്ചും രണ്ടാമത് ധ്യാൻ ശ്രീനിവാസിൻ്റെ ബ്രില്യൻസിനെ കുറിച്ചും ഓർത്താണ്. അല്ലാതെ വിനീത് ശ്രീനിവാസിനെയോ പ്രണവ് മോഹൻലാലിനെയോ കല്യാണിയോ ഒന്നും ആരും ഇവിടെ സ്മരിക്കുന്നില്ല എന്നുള്ളതാണ്. എന്താണേലും നമ്മളെപ്പോലെയുള്ളവർ ഈ ഒരു സിനിമയ്ക്ക് പിറകെ പോയത് വേറൊന്നും കൊണ്ടല്ല, പ്രണവ് മോഹൻലാൽ എന്ന ഒറ്റ ഫാക്റ്റിൻ്റെ പുറത്താണ് എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തോളം നമ്മൾ ഇഷ്ടപ്പെടുന്ന വേറെ യൂത്തായിട്ടുള്ള വേറെ ഒരു നടനും ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ആ കാര്യങ്ങളൊക്കെ സൈഡാക്കിക്കൊണ്ട് നിവിൻ പോളി സ്കോർ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്ന് നമുക്ക് ഇന്നല്ല ഈ തുടങ്ങിയ 2 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മുതലുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്താണേലും സിനിമ ഗംഭീരമായി തന്നെ മുന്നോട്ട് പോകുന്നു. ഈ ഒരു വിഷു കാലത്ത് വലിയ വിജയമാകുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം. വലിയ ബഡ്ജറ്റിൽ വന്ന ഈ ഒരു സിനിമ പ്രോഫിറ്റബിൾ ആകുമോ എന്നുള്ളതാണ് നെക്സ്റ്റ് ചോദ്യം. അത് അടുത്ത വീഡിയോയുമായിട്ട് വരാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗ്രേറ്റ് മീഡിയാസ്.